നമ്മളോടൊപ്പം ഇറാനിൽ നിന്ന് ശ്രീ മഹദിയുണ്ട്. അപ്പോൾ ഇറാൻ ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരുപക്ഷെ യുദ്ധം തുടങ്ങുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളുടെയും ലോക മാധ്യമങ്ങളുടെയും മുമ്പിൽ ട്രംപ് ഹീറോയും ആയത്തുള്ള അൽ ഖമേനി വില്ലനുമായിരുന്നു. എന്നാൽ ഇന്ന് നേരെ തിരിച്ച് ഖമേനി നായകനും രക്തസാക്ഷിയും, ട്രംപ് വില്ലനുമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് ലോകം മുഴുവൻ, പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും അമേരിക്കൻ മാധ്യമങ്ങൾ പോലും വാഴ്ത്തിപ്പാടുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇറാന്റെ സുപ്രീം ലീഡറിൻ്റെ അന്ത്യയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇറാനിൻ്റെ കൂടുതൽ ഫീൽ അറിയാൻ, ഇറാന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാൻ നമ്മൾ ശ്രീ മഹദിയോട് സംസാരിക്കുകയാണ്. അദ്ദേഹം എനിക്ക് സാഗ്രോസ് പർവ്വതനിരകൾ അദ്ദേഹം നിൽക്കുന്നതിൻ്റെ ആ വീഡിയോ അയച്ചു തന്നു. എനിക്കത് വളരെ സന്തോഷം തോന്നി. നമ്മളിൽ പലർക്കും അറിയാവുന്നറിയില്ല, ഈ സാഗ്രോസ് പർവ്വതനിരകളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി ഫാർമേഴ്സ് വരുന്നത്. അതായത് നമ്മളും ഇറാനുമായിട്ട് 10,000 വർഷങ്ങളുടെ അടുത്ത ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശ്രീ മഹദി, അങ്ങയിലേക്ക് എന്തായാലും വളരെ നന്ദി. അങ്ങ് ഈ സമയം എനിക്കറിയാം വളരെ അവിടെ അദ്ദേഹത്തിന്റെ ജോലിയിലും മറ്റും വ്യാപൃതനായിരുന്നു. മുമ്പും നമ്മൾ അദ്ദേഹത്തിന്റെ പേരും മറ്റും പറയാതെ യുദ്ധം നടന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ലൈവ് എടുത്തിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. യുദ്ധം തീരുന്നതിന്റെ ഒരു ഫീൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ യുദ്ധം ഓൾമോസ്റ്റ് തീർന്നു എന്നൊരു തിരിച്ചറിവിലേക്കാണ് ലോകം എത്തുന്നത്. അപ്പോൾ ആ യുദ്ധം തീർന്നതിന്റെ ഫീലിൽ നിന്ന് നമുക്ക് ഖമേനിയുടെ അന്ത്യയാത്രയിലേക്ക് വരാം. എന്താ അങ്ങയുടെ ഒരു ഫീല്? അതായത് ഞാൻ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇവിടെ ഉണ്ട്. യുദ്ധം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പം ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 3 ദിവസമായി. അതായത് അതിൻ്റെ ഇടയിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാല്, പ്രത്യേകിച്ച് ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ചില ഭാഗങ്ങളിൽ ഉണ്ടായ ഒരു ഇത് എന്നല്ലാതെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, അവരെ ലൈഫിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിലോ അവരെ ഒരു മെന്റൽ ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഞാനിപ്പോ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഇടപഴകലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എന്താന്ന് പറഞ്ഞാല്, പ്രധാനമായിട്ട് സാധാരണ ജനങ്ങളെ ജീവിതം വല്ലാണ്ട് പ്രശ്നത്തിലായി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഭയങ്കര. ഇവിടെ ആകെ ഇപ്പൊ വില കൂടാത്ത ഒരേ ഒരു സാധനം പെട്രോളും ഗ്യാസും മാത്രമാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം. അല്ലാതെ എല്ലാ സാധനങ്ങളും 2 ഇരട്ടി 3 ഇരട്ടിയാണ് എന്തായത് വില കൂടിയത്. പിന്നെ ഈ കോമൺ, അതായത് ഇവിടുത്തെ സാധാരണക്കാര് സത്യം പറഞ്ഞാല്, ഞാനിപ്പോ വന്നതിന് ശേഷം സംസാരിച്ചിട്ടൊന്നും ആർക്കും യുദ്ധം എന്ത്, അതൊരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു ഹോപ്പിലാണുള്ളത്. ഇവിടെ എന്തൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു വിദേശ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പുറത്തുനിന്നും കൂടുതൽ ഇപ്പൊ സാങ്ഷൻസുകൾ കുറെ എന്തായിട്ടുണ്ട്. അത് എല്ലാവർക്കും അതിന് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും നമ്മളെ നാട് കുറെ കാലം മുരടിച്ച് കിടന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു പെട്ടെന്ന് വൈകാതെ തന്നെ ഒരു ഗ്രോത്തിന്റെ ഒരു ലെവലിലേക്ക് പോവുക എന്നുള്ള ഒരു ഫീല് എല്ലാരെ ഇതിലും ഈ നമുക്ക് യുദ്ധം കാണാൻ കഴിയും. തുടങ്ങിയപ്പോഴേ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. നമുക്കെല്ലാം അറിയുന്നത് പോലെ അമേരിക്കയിലെയും ഇസ്രായേലിലെയും ആക്രമണത്തിൽ ചിലരെങ്കിലും വിചാരിച്ചത് ഇറാൻ പൂർണ്ണമായും തകരും, ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം തകരും തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ പ്രതിരോധത്തിലും പിടിച്ചു നിൽക്കലിലും അവിടുത്തെ ജനങ്ങൾക്കൊരു അഭിമാനമുണ്ടോ? കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ തടഞ്ഞു നിർത്തി. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇവര് ഭയങ്കര ഒരു പാട്രിയോട്ട്, അതായത് ഒരു പേർഷ്യ, അവരൊരു സ്വന്തമായ ഒരു ഇൻഡിപെൻഡൻസി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതായത് നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ ആർക്കും എന്താക്കാൻ കഴിയില്ല, അങ്ങനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ഈ അതിപ്പം നമ്മളെ നാട്ടിൽ നമുക്ക് ജീവിക്കുന്ന നമ്മളെ ആ ഒരു വ്യവസ്ഥിതിയോട് നമുക്ക് പല കാര്യങ്ങൾക്കും എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ എന്താക്കല്ല, നമ്മൾ അതിലേക്കൊന്നും ഇടപെടാനും സംസാരിക്കാനൊന്നും പോകില്ല. പക്ഷെ എന്നാൽ പോലും ഇവരെ ആ ഒരു അസ്തിത്വത്തിൽ ഭയങ്കര പ്രൗഡും, ഇവരെ അങ്ങനെ ഒന്നും എന്താക്കാൻ കഴിയില്ല. നമ്മൾ ഖുറോഷിന്റെ അല്ലെങ്കിൽ പിന്നെ അത്രയും ഒരു ചരിത്രം പറയണ, പിന്നെ ആ ഒരു ഇതിൽ പ്രൗഡ് കൊണ്ട് നമുക്ക് നമ്മളെ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഖുറോഷ് എന്ന് പറയുന്നത് സൈറസിനെയാണോ? സൈറസ് വലിയ ഖുറോഷ് എന്ന് പറയാ. ഖുറേഷ് എന്ന് പറയാം അല്ലേ? ഇവരിപ്പോഴും ആ ഒരു ഖുറോഷിന്റെ ആ ഒരു സ്പിരിറ്റിൽ ഇങ്ങനെ പോകുന്ന ആ അതായത് ഒരു എനർജിയിലാണ്. അതിന്റെ ഒരു കൗതുകം ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും കൂടെ വേണ്ടിയാണ്. അമേരിക്ക എന്ന രാജ്യത്തിന് 250 വർഷമാണ് പ്രായം. അമേരിക്ക മിനിഞ്ഞാന്നാണ് അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ചത്, 250 വർഷം. ഇറാൻ എന്ന രാജ്യത്തിന് 10,000 6,000 വർഷം പഴക്കമുണ്ട്. ലോകത്തിലെ ആദ്യ നാഗരികതകളിൽ ഒന്നാണ്. ലോക ചരിത്രം ഇന്ന് കാണുന്ന രീതിയിൽ മാറ്റി എഴുതിയ ഒരു ജനതയാണ് സൈറസ് ദ ഗ്രേറ്റ് അടക്കമുള്ള ഒരുപാട് പേർ. നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ പറയണം. ഇവിടെ ഹൊറമബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഫുൾ മൗണ്ടൈൻ തന്നെയാണ്. അവിടെ ശരിക്കും 7,000 വർഷം മുന്നേ മനുഷ്യൻ ജീവിച്ച ആ ഒരു പർവ്വതത്തിൽ ആ മനുഷ്യന്റെ പ്രസൻസ് കണ്ട് എന്നുള്ളതിനുള്ള
പ്രൂ പിന്നെ എവിഡൻസും കാര്യങ്ങളും. അതായത് മുഴുവൻ മല ആയതുകൊണ്ട് പല സ്ഥലങ്ങളും പണ്ടത്തെ ആളുകൾ താമസിച്ച കുറെ മല ഏരിയകളൊക്കെ ഇപ്പം പ്രൊട്ടക്റ്റഡ് ആയിട്ടും പലതും അവിടേക്ക് വേറെ ആളുകളെ പിന്നെ പ്രവേശിപ്പിക്കാതൊക്കെ നിൽക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവര് ആ ഒരു ഇതിൽ ഭയങ്കര ഞാൻ പെർസപ്പോളിസ്, അതായത് പിന്നെ പിന്നെ ഷിറാസിലാണ്. ഉം. അവിടെയൊക്കെ പോയാൽ ശരിക്കും നമ്മള് ഈജിപ്തിലാണ് നമ്മളൊക്കെ ഒരു മൈൻഡിലുള്ള ഒരു സാധനം, എന്ത് ഇത്രയും പഴക്കമുള്ള ഒരു സാധനം നമുക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഒരു സാധനം ഈജിപ്താണ്, അല്ലെങ്കിൽ പിന്നെ പിരമിഡാണ്. പക്ഷെ അതിലും പഴക്കമുള്ള, അതിനേക്കാൾ ഹൈറ്റും അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നമുക്ക് നമ്മളെ അമ്പരപ്പിക്കുന്ന പല സംഗതികളും ഈ പെർച്ചപ്പോളിസ് മാത്രം പോയാൽ നമുക്ക് എന്താക്കാൻ കഴിയും, കാണാൻ കഴിയും. പെർസപ്പോളിസ് ഡാരിയസിന്റെ ആയിരുന്നു, ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ, ഡാരിയസിന്റെ ആയിരുന്നു. അതായത് ദാരിയസിന്റെ തന്നെ. ഇത്രയും, അതായത് ഇവരെ എല്ലാം ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭാവന നൽകിയ രാജ്യങ്ങളാണ് ഇറാനും ഇറാഖും ഒക്കെ. യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ നാഗരികത, ഇനി നമ്മൾ ഇന്ത്യക്കാർ അറിയേണ്ടതാണ്. ആധുനിക ശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ സാഗ്രോസ് പർവ്വതം, എനിക്ക് ആ സാഗ്രോസ് എന്ന പേര് കേട്ടാൽ വളരെ കൗതുകം തോന്നിയതാ. അവിടുത്തെ ഫാർമേഴ്സ് ആണ് ഇന്ത്യയിലെ ഇന്ന് വലിയൊരു ജനവിഭാഗത്തിന്റെ ജനറ്റിക് അടിസ്ഥാനം പോലും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ കുറച്ച് ക്രിറ്റിസിസംസ് ഒക്കെ ആന്തരികമായി തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ ഈ അല്ലെങ്കിൽ ട്രംപിന്റെ ഈ ഏകപക്ഷീയമായ ആക്രമണം കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിക ഭരണകൂടം അവിടെ ശക്തിപ്പെടുകയാണോ ചെയ്തത്? എങ്ങനെയാണ് അവിടുത്തെ ഒരു ആന്തരിക പൊളിറ്റിക്സ്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് കുറച്ച് ഇവിടെ അല്ലെങ്കിലും പിന്നെ ഇവിടെ ഭരണകൂടം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ ഒരു സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഹിജാബ് അങ്ങനത്തെ ഒരു വിഷയങ്ങളിൽ നിന്നൊക്കെ അല്ലാതെ നമ്മൾ ഇന്ന് ബാക്കി കാണുന്ന അറബ് രാജ്യങ്ങളെക്കാൾ ഏറെ സ്വാതന്ത്ര്യം ആൾക്കാർ അനുഭവിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ ഇപ്പൊ അദ്ദേഹത്തിന്റെ അന്ത്യവിലാപ യാത്ര ഇപ്പൊ പോവുകയാണ്. ദശലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നത് ദേശത്തിലെയും വിദേശത്തിലെയും പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടതോ ഓർമ്മയോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് പങ്കുവെക്കാൻ കഴിയുമോ? അല്ല, ഇത് ഇപ്പൊ ആ ഒരു ഈ ഒരു ഇപ്പൊ 2-3 ദിവസം ഇപ്പൊ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും കൂടി ഒരു ഫീലിങ്സ് കൂടുതലുള്ളതായിട്ടാണ് ഫീൽ ചെയ്തത്. കറക്റ്റ്. അതായത് ഇനി അവർക്ക് എന്തെങ്കിലും എതിർപ്പുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും ഒരു ഭരണകർത്താവിനോടുള്ള. പക്ഷെ ഇങ്ങനെ ഒരു അറ്റാക്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമ്രേഡ് ആവേണ്ടി വന്നത് കൊണ്ട് ആളുകൾക്ക് ഒരു സെന്റിമെന്റ്സ്, ഒരു കൂടുതൽ എന്താ പറയാ, ഒരു കെയർ, ഒരു ഫീല് കൂടുതൽ വന്നിട്ടുണ്ട്. അത് 100%. രക്തസാക്ഷിത്വം, അദ്ദേഹം ഈ ഒരു രക്തസാക്ഷിത്വം വഹിക്കുകയാണല്ലോ. കൊച്ചു കുട്ടികളെ അടക്കം, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കൊച്ചു കുട്ടികളെ അടക്കം കൊല്ലുമ്പോ എനിക്ക് ഫീൽ ഉണ്ടായത് എന്ന് പറഞ്ഞാല്, സത്യം പറഞ്ഞാൽ ഈ ഒരു രക്തസാക്ഷിത്വം മൂപ്പരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ എല്ലാ കാര്യത്തിലും ഒന്നും കൂടിയും മൂപ്പരെ ആ ഒരു വാല്യൂ കൂട്ടി, മൂപ്പര ഒന്നും correct, കൂടിയും correct. സംശയം. ആൾക്കാർക്ക് ഒരു നല്ല ഒരു ഒരു പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു കൾച്ചറിൽ ഇവർക്ക് ഈ പോരാട്ടം അല്ലെങ്കിൽ എന്താ പറയാ സാമ്രാജ്യത്വ വിരുദ്ധത ഇതൊക്കെ ഒരു ഉള്ളിൽ ഇപ്പൊ ഇനി Correct. ഗവൺമെന്റിനോട് എതിർപ്പുള്ള ആളുകൾക്കാണെങ്കിൽ പോലും അമേരിക്കയൊന്നും ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നമ്മൾ സ്വന്തം തന്നെ അത് ചെയ്യാനുള്ള പ്രാപ്തരാണ്, അതിനുള്ള പാരമ്പര്യം നമുക്കുണ്ട്, അതിനുള്ള തന്റെ ഇടം നമുക്കുണ്ട് എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പൊ ഈ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല് ഒരു കുറച്ചെങ്കിലും ഒരു നേതാവിനോട് അല്ലെങ്കിൽ ഒരു ഭരണത്തലവനോട് ഉണ്ടാവുന്ന ഒരു എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ എതിർപ്പുകൾ ഒരു പരിധി വരെ ഈ ഒരു രക്തസാക്ഷിത്വം കുറയ്ക്കാനായിട്ടുണ്ടെന്നാണ് അങ്ങനെ മനസ്സിലാവുന്നത്. തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം, നിഷ്പക്ഷ മാധ്യമങ്ങളെല്ലാം അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ഒരു വെളിയിലുള്ള രാജ്യം വന്ന് അതിക്രമം കാണിക്കരുതല്ലോ. അമേരിക്കയോ ഇസ്രായേലും വന്ന് വേറൊരു രാജ്യത്തിനുള്ളിൽ അതിക്രമം കാണിക്കരുതല്ലോ. അപ്പൊ അത് വലിയൊരു പോയിന്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇറാൻ ഇപ്പൊ ഒരുപക്ഷെ അങ്ങയുടെ ചരിത്രം ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണാം. 1953 ഈ ബ്രിട്ടീഷ് പെട്രോളിയം, അന്നത്തെ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും കൂടെ ചേർന്ന് അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നത്. അതിന് ബദലായിട്ടാണ്, അതായത് അവിടുത്തെ ഓയിൽ നാഷണലൈസ് ചെയ്യുമ്പോൾ അതിനെതിരെയാണ് ഈ പാശ്ചാത്യ ശക്തികൾ ഈ ഇടപെടുന്നത്. അടിസ്ഥാനപരമായി എണ്ണ ഉം. മോഷ്ടിക്കാനുള്ള എണ്ണ മോഷ്ടിക്കാനുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. അതാണ് ഒന്ന് മിഡിൽ ഈസ്റ്റില് ഫസ്റ്റ് എണ്ണ കണ്ടുപിടിച്ച രാജ്യം ഇറാനാണ്. മസ്ജിദ് സുലൈമാനിൽ 1905-07 എങ്ങാനാണ് ഫസ്റ്റ്. അതിന്റെ ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്താവുന്നത് ഇപ്പൊ സൗദിയിലായാലും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇവർ സത്യം പറഞ്ഞാൽ അത്രയും ഒരു പ്രോ അമേരിക്കൻ ലൈനിൽ പോകുന്നിടത്തു നിന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ഒരു നാഷണലൈസേഷനിലേക്കൊക്കെ എന്താവുന്നത്, ഇവിടുത്തെ ആ ഒരു നാഷണൽ ഫീലിങ്സും അതിന്റെ ആ ഒരു ഇതിലേക്കൊക്കെ വന്നിട്ട് അങ്ങനെയാണ് സത്യം പറഞ്ഞാല് ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ കേട്ടിടത്തോളം ഈ ഒരു നാഷണലൈസേഷൻ ഈ എണ്ണന്റെ ഈ ഒരു വിഷയം ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഇപ്പൊ പറയുന്ന ഈ ഒരു ഭരണകൂടം തന്നെ എന്താക്കിയത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയിട്ട് ഈ ഒരു ഭരണം പിടിച്ചെടുക്കുകയും ഈ ഒരു സംശയമില്ല. ലെവലിലേക്ക് എത്തിയത്. അല്ല, ഇതിപ്പം പണ്ടൊക്കെ ഈ അമേരിക്ക രഹസ്യമായിട്ട് പറയുന്നു, ഇപ്പം ട്രംപ് പരസ്യമായിട്ട് പറയാണ് വെനിസുലയെ ആക്രമിച്ച് എണ്ണ എടുക്കാനാണ്. അല്ലെങ്കിൽ ഇത് പണ്ടൊക്കെ ഈ ഡിപ്ലോമാറ്റിക് രഹസ്യമായിരുന്നു. അതായത് ആ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അമേരിക്ക ആക്രമിക്കുന്നു, ആ രാജ്യത്തെ മുക്തമാക്കുന്നു എന്നൊക്കെ അറ്റ്ലീസ്റ്റ് മര്യാദയ്ക്ക് വെളി പറയുമായിരുന്നു. ട്രംപ് ഞങ്ങൾ എണ്ണ എടുക്കാൻ തന്നെയാണെന്ന് തുറന്നു പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകം പോകുന്നത്. എന്തായാലും ഇറാനിൽ അങ്ങേക്ക് എല്ലാവിധ ഇതും ഉണ്ടാകട്ടെ. അവിടുത്തെ എല്ലാം സമാധാനത്തിലേക്കും വലിയ രീതിയിൽ ഫണ്ടുകൾ ഇറാനിലേക്ക് ഇനി ഫ്രോസൺ അസറ്റ്സ് മാറി ഇറാനിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നു. വലിയ രീതിയിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ പുനർജീവിക്കുമെന്ന് അത് പറയുന്നു. അത് ഞാനിപ്പം ഇവിടുത്തെ പല ആളുകളുടെ അടുത്ത് നിന്ന് കേട്ട് ഇവരെത്രത്തോളം അതിന്റെ സോഴ്സ് കറക്റ്റ് ആണെന്ന് അറിയില്ല. അതായത് അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ കുറെ വരാൻ പോവാണ്. അതായത് നമ്മൾക്ക് നാട്ടിലേക്ക് കുറെ, അതായത് ഇപ്പം പൈസ മൂല്യം ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു അമേരിക്കയിൽ നിന്നും ഓലെ കുറെ ഈ ഫണ്ടുകൾ കാര്യങ്ങൾ പ്രൊഡക്റ്റുകൾ എത്തുന്നതോടുകൂടി ഇവരെ ഈ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റും ഇവരെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നുകൂടി കൂടും. ആ ഒരു പോസിറ്റീവിലാണ് എല്ലാവരും ഉള്ളത്. അതായത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും യുദ്ധത്തിന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർ വറീഡായിരുന്നു, പൈസ മൂല്യം ഇങ്ങനെ കുറയുമ്പോൾ എന്താവും എങ്ങനെ ആവും എന്നൊക്കെയുള്ള. പക്ഷെ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊക്കെ ആയാലും ഇതിലൊരു ഹാപ്പിനെസ്, ഇതൊരു മാറ്റത്തിനുള്ള മുന്നുള്ള ആ ഒരു ആളിക്കത്തലാണ് എന്നുള്ള ആ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. ഒരുപാട് ഇറാൻ അഭിവൃദ്ധിയുടെ പാതയിൽ ഉണ്ടാകട്ടെ. ഇറാനിൽ കൂടുതൽ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ജനാധിപത്യവും പോസിറ്റീവായ കാര്യങ്ങൾ വരട്ടെ. ഇസ്ലാമിക ഭരണകൂടവും ഏറ്റവും ഇൻക്ലൂസീവായി മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇറാന്റെ അഭിവൃദ്ധിയുടെ കാലങ്ങളാണ് ഇനിയും വരുന്നതെന്നാണ് ആരോ വിദേശ മാധ്യമങ്ങളിൽ ഒരു കൗതുകമുള്ള കാര്യം പറഞ്ഞത്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഹോർമുസ് എല്ലാവർക്കുമായി തുടർന്നു. ആക്രമണത്തിന് യുദ്ധത്തിന് ശേഷം ഇറാൻ അവിടെ ടോൾ പിരിക്കാനുള്ള അനുമതി കിട്ടി, ഇറാന് $1 ബില്യൺ കിട്ടി, അമേരിക്കയെ പ്രതിരോധിച്ചു. ഇറാന്റെ സോഫ്റ്റ്വെയർ കൂടി ട്രംപിന്റെ സോഫ്റ്റ്വെയർ കുറഞ്ഞു എന്നാണ് പറയണം. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ എന്തൊക്കെ കേട്ടാലും നമ്മളൊക്കെ ഓരോ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ മനുഷ്യര് അവരെ ജീവിത സാഹചര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ ഒരു രാജ്യം എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു പാർട്ടിലേക്ക് വരണം നമ്മൾ ആഗ്രഹിച്ചു പോകും. കാരണം അത്രയും കരുണുള്ള ആളുകളാണ്, അത്രയും കെയർ ഉള്ള ആളുകളാണ്. അതായത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ആ ഒരു സഹജീവിയോട്, അത് ഞാൻ പറയാ, ഇവിടെ ഞാൻ പല ആളുകളെ കണ്ട് നമ്മളെ നാട്ടില് ഈ ഹിന്ദുയിസം, യോഗ, ഇങ്ങനത്തെ പല വിഷയങ്ങളും അവർ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടി അതിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന, അതിനിപ്പോ ഏത് വിഷയമാണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഒരു നിലക്കുള്ള എന്തില്ല ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ അവരെ ബാക്കിയുള്ള റിലീജിയന്റെ കാര്യത്തിലോ അങ്ങനത്തെ ഒരു വിഷയത്തിലും അവർക്ക് അവരെ വിഷയത്തിൽ തന്നെ അവർ കൂടുതൽ പിന്നെ എന്താ പറയാ ലിബറൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചിന്തയുള്ള ആളുകളാണ്. അപ്പൊ അവരെ ഒരു ജീവിതം എത്രയൊക്കെ തന്നെ ആയാലും നമ്മളും ജീവിക്കുന്ന ഒരു സാഹചര്യം, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, സാങ്ഷന്, നമുക്ക് പുറത്തേക്ക് പോകാൻ യാത്ര ചെയ്യാതെ നിൽക്കാൻ കഴിയുന്ന ഈ പ്രയാസങ്ങള്, പുറത്തു പോയിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരു ജീവിത മാർഗം മെച്ചപ്പെടുത്താന്ന് വിചാരിക്കുന്ന നല്ലവരായ കുറെ ആളുകളെ ഈ ജീവിത പ്രയാസം കാണുമ്പോൾ നമ്മളും സത്യം പറഞ്ഞാല് ആഗ്രഹിച്ചു പോകും ഈ ഒരു പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറി അവർക്കൊരു നല്ലൊരു അഭിവൃദ്ധി വരട്ടെ എന്നുള്ള ഈ ഒരു വിഷയം. ഈ യുദ്ധത്തോടു കൂടി അതിൽ കുറെ ഒരു മാറ്റങ്ങൾ വരും വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ കൂടിക്കണെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഉള്ളത്. തീർച്ചയായും തീർച്ചയായും. അപ്പൊ ഇറാൻ എന്തായാലും യുദ്ധത്തിന് ശേഷം ലോകത്തിന് മുമ്പിൽ ഇറാൻ ഒരുപാട് ഉയരുകയുണ്ടായി. ഇന്ത്യയിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കം ഇറാൻ യുദ്ധം ജയിച്ചു എന്ന് അസന്നിഗ്ധമായി പറയുന്നതാണ്. അപ്പൊ എന്തായാലും ഇറാന് അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ഇറാൻ ഇന്ത്യ ബന്ധങ്ങൾ നന്നാവട്ടെ, ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും, അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും ഇന്ത്യക്കും ഒക്കെ സമാധാനം ഉണ്ടാകട്ടെ. വളരെ നന്ദി. താങ്ക്